ഹലോ ഹലോ എടാ സുരേഷേ. ആരാ മനസ്സിലായില്ല? എടാ കൃഷ്ണകുമാറാ. എടാ നീ ജയിലിലല്ലായിരുന്നോ? എടാ ഞാൻ ജയിലിൽ ചാടി. ജയിലിൽ ചാടിയാ? ആ. എങ്ങനെ? എടാ ഇന്നലെ വിഷുവിന്റെ പരിപാടി അല്ലായിരുന്നോ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പാലക്കാട്ടോ? വിഷുവിന്റെ അല്ല, വിഷുവിന്റെ പരിപാടി. ഓ, പരിപാടിയില് ആ. ഞാനല്ലായിരുന്നു കൃഷ്ണവേഷം കെട്ടിയേ. കൃഷ്ണവേഷം നീ ആയിരുന്നോ? പിന്നെ ആ ഞാന് കൃഷ്ണവേഷം കെട്ടിക്കൊണ്ട് നടക്കുമ്പോ അവിടെ ഒരു ഊഞ്ഞാലിരിക്കണ്. ആ ഊഞ്ഞാലെ കയറിയിരുന്ന ആടെ നോക്കിയപ്പോ എടാ നമ്മുടെ ആ ജയിലിൽ ഭയങ്കര ഒരു ഗുണ്ടുണ്ട്. ആ അവനെ ഞാൻ വെല്ലുവിളിച്ചു. എന്താ വെല്ലുവിളിച്ച്? എടാ നിനക്ക് എന്നെ എത്രത്തോളം പൊക്കത്തിൽ ആട്ടാൻ പറ്റും? എന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ ആട്ടടാതെ ഒരു ഒറ്റപ്പുറത്തില്. അവൻ 1 ആട്ടി 2 ആട്ടി 3 ആട്ടി 4-ാമത്തെ ആട്ടിന് ബാഹുബലിയില് പല വളച്ച് ചാടുന്ന മാതിരി നേരെ ഒരൊറ്റ പോക്കണവേ നേരെ റോട്ടിലേക്ക്. അവിടെ നിന്ന് ഞാൻ ചെന്ന് കയറിയേക്കണത് എവിടെയാതൊരു പിടുത്തമില്ല. കുറെ വാഴത്തോപ്പും വാഴയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്താ. പിന്നെ ഒരു കാര്യം, നീ വൈകുന്നേരം എന്തായാലും വണ്ടിയായിട്ട് വന്നം. ഞാൻ സന്ധ്യ വരെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഇവിടെ കൂടിക്കോളാം. അത് എവിടാണെന്ന് വല്ല എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നീ ഏത് ഏരിയയിലാണ് എന്തെങ്കിലും? എടാ വന്ന വഴിക്ക് അവിടെ ഒരു കുരിശും തൊട്ടിയുണ്ട്. കുരിശുമുട്ടി. അപ്പൊ വച്ചോ ആരാണ്ട് വണ്ട് സെറ്റളിയാ. സെറ്റ്. ഹലോ എടി സുമേ, ഓ ഹാപ്പി വിഷു ഒന്നും ഇല്ലടി. എന്നെ ഭഗവാൻ അങ്ങ് പരീക്ഷിക്കുവാടി. ഞാൻ എന്തോ ചെയ്യാനാന്ന് പറ. ഞാൻ എന്റെ അമ്മായിയമ്മയെ കൊണ്ട് ആശുപത്രി പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. നീ വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ കേക്കണം. നല്ലൊരു വിഷു ആയിട്ട് എന്റെ അമ്മായിയമ്മ രാവിലെ കണ്ണു അടച്ചു കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് ഒരിച്ചിരി സ്ഥാനം അങ്ങോട്ട് മാറി അടുത്തിരുന്ന പടക്കത്തിലായി പോയി തീ കത്തിച്ചത്. ഞാൻ കണി കാണാൻ വേണ്ടി ഓടി അങ്ങോട്ട് ചെന്നപ്പോ ദാണ്ട നിൽക്കുന്നു കാർവർണ്ണനെ പോലെ ഓടക്കുഴലും പിടിച്ച എന്റെ അമ്മായിയമ്മ. തെളിഞ്ഞ കൃഷ്ണനെ കാണാൻ വേണ്ടി ഓടി ചെന്നപ്പോ പുകഞ്ഞു നിൽക്കുന്ന അമ്മായിയമ്മയാ ഞാൻ കണ്ടത്. അറിയാമോ എന്റെ വിഷു എങ്ങനെ തീർന്ന എന്റെ വിഷു? ഇതെല്ലാം ഭഗവാന്റെ ഓരോ കളിയാ. കാരണം ഞാൻ ഈ മാസം ഞാൻ ഗുരുവായൂർ ഞാൻ പോയിട്ടില്ല. ഭഗവാൻ എന്നെ അങ്ങ് പരീക്ഷിക്കുക. ഈ വിഷുവായിട്ട് ആരെങ്കിലും സ്വന്തം അമ്മായിയമ്മ അങ്ങനെ എന്തേലും ചെയ്യുവോ? ഇവര് തിരിച്ചു വന്നിട്ട് എല്ലാരോടും പറയുക അവൾ എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാ. നമ്മൾ അങ്ങനെ ചെയ്യുവോ? ചെയ്യത്തില്ല. വിഷു ഒന്ന് കഴിയട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു അനക്കം. എന്തോ അത് കരിയിലക്കറിയാണോ? കൊറേ നാളായിട്ട് എന്റെ വാഴകൃഷിയൊക്കെ നശിപ്പിക്കാൻ വന്നേക്കണ അണ്ണാനാണോ ഇത്? അണ്ണാൻ അയ്യോന്ന് വിളിക്കുന്നു. ആരടാ അത്? ഇറങ്ങി വേണം ഇങ്ങോട്ട്. എന്റെ ദൈവമേ, ഭഗവാൻ കൃഷ്ണനാണോ അതോ കംസന്റെ കുഞ്ഞാണോ? എവിടായിരുന്നു ഇത്രയും നാള്? ഗോകുലത്തിലായിരുന്നു. ചിട്ടി ഉണ്ടായിരുന്നു? ചിട്ടിക്കമ്പനിയല്ലത്, ഗോകുലത്തിലായിരുന്നു. എന്തേ ഈ ഭക്തയുടെ മുമ്പിൽ വരാൻ താമസിച്ചത്? കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ട് പോരണ്ടേ? മനസ്സിലായില്ല. ഗോപികമാരുടെ കണ്ണ് വെട്ടിച്ച് ഗോകുലത്തിൽ നിങ്ങൾ പോരണ്ടേ? ഓ എന്റെ ഭഗവാനെ, എനിക്കിതങ്ങോട്ട് എനിക്ക് എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യ. എനിക്ക് ഭഗവാനോട് ഒരു സങ്കടം പറയാനുണ്ട്. സങ്കടം എനിക്കൊന്നും കേൾക്കാനുള്ള നേരമില്ല. എനിക്ക് പോയിട്ട് വേറെ ഒരുപാട് പണിയുള്ളതാ. ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോൾ ഞാൻ ആദ്യം ഓടി വന്നത് ഇങ്ങടാ. ജാൻമണി അല്ല ബാലാമണി. എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭഗവാനാണോ ഈ വന്നിരിക്കുന്നേ? എനിക്ക് വിശ്വാസം വരുന്നില്ല. വിശ്വാസമല്ലേ? ഇല്ല. ഒന്ന് കെട്ടിപ്പിടിച്ചു നോക്കി. ഇതാണ് പറയണത്. ആലിങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് മൊബൈൽ ഫോൺ. ഭഗവാനൊക്കെ മൊബൈൽ ഫോൺ ആയോ? സത്യം പറ, ആരാടാ നീ? ഞാൻ ഭഗവാന്റെ നേരിട്ടുള്ള അനുഗ്രഹം കിട്ടിയ ആളാ. എന്റെ പരിപാടി എന്താന്ന് വെച്ചാ, വിഷു സീസണില് ഭഗവാന്റെ വേഷം കെട്ടി എല്ലാ വീടുകളിലും ചെന്ന് ആ വീടുകളിലൊക്കെ ചൈതന്യം കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഗുരുവായൂരെത്തി ഭഗവാനെ ഞാൻ ദർശിക്കും. എനിക്ക് അങ്ങോട്ടൊരു വിശ്വാസം വരുന്നില്ല. ഈ ചൈതന്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം എന്റെ വീട്ടിൽ കുടി കൊണ്ടിട്ട് പോയാൽ മതി. ഈ ചൈതന്യം എന്തായാലും കുടികൊള്ളും. കാരണം കൃഷ്ണപ്പൂമ്പൊടി ഏറ്റുകിടക്കും വീടിനുമുണ്ടാം ഒരു ചൈതന്യം. അങ്ങനെയല്ലല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും അങ്ങനെയും കണ്ടല്ലേ ഒരു പാട്ടുള്ളത്. വിഷുവിന്റെ സീസണല്ലേ, റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? അത് ശരിയാ, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഇന്ന് ഇവിടെ തങ്ങുവോ? ഇവിടെ തങ്ങും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അകത്തോട്ട് പോയാലോ? എന്താ കഴിക്കാനുള്ളത്? കഴിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വേണം? ഞാനൊരു
തൃക്കൈ വെണ്ണ അങ്ങോട്ട് തരട്ടെ. തൃക്കൈ വെണ്ണ നമുക്ക് വേണ്ട. എന്താ? കൊളസ്ട്രോൾ. കൊളസ്ട്രോളോ? ആ, ഭഗവാന്മാർക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ? പിന്നെ ഈ ഭക്തന്മാര് ഭഗവാന്മാർക്ക് എന്നൊക്കെ തന്നെ വെണ്ണ, നെയ്യ്, പാല്, പഞ്ചാര, ചക്കര ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കായാലും കൊളസ്ട്രോൾ ഉണ്ടാവും. എന്റെ ഭഗവാനെ, എനിക്കൊരു നിശ്ചയില്ലല്ലോ. ഞാനിപ്പോ എന്താ നിങ്ങൾക്ക് തരിക? അട്ടി ഒരൊറ്റയടിക്ക് വള്ളുവനാട് വരെ പോയി. ഭഗവാനെ, എനിക്ക് വേറൊരു സങ്കടം അങ്ങേ ബോധിപ്പിക്കാനുണ്ട്. എന്താ സങ്കടം പറ. എന്റെ ഭർത്താവിന് അദ്ദേഹം ഒരു നിരീശ്വരവാദിയാ. എന്ത് കഷ്ടമെന്നൊക്കെ. സുന്ദരിയായിട്ടൊരു ഭാര്യ, ഭർത്താവിന് നിരീശ്വരവാദാന്നൊക്കെ പറഞ്ഞ ഇത് എവിടെ പറയാൻ പറ്റും? അയ്യോ, അതൊരു അസുഖമല്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു ഒട്ടും ഈശ്വര വിശ്വാസം ഇല്ലെന്ന്. അങ്ങ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒരു വിശ്വാസിയാക്കി തരണം. അതൊട്ടും പേടിക്കണ്ട. അവരെ ഞാൻ എന്തായാലും വിശ്വാസിയാക്കി തിരിച്ചു തരാം. അയ്യോ, അത് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ തങ്ങാം. ഇവിടെ തങ്ങാം. നമുക്ക് കിടക്കാനുള്ള ബെഡ്റൂം കാണിച്ചു തരിക. ബെഡ്റൂം, പൂജാമുറി കാണിച്ചു തരിക. അതെ. പിന്നെ അലമാരിയുടെ താക്കോലൊക്കെ എവിടെയാ വച്ചേക്കണേ? പൂജാമുറിയിൽ ഇരിക്കുന്നതിന് അലമാരയുടെ താക്കോൽ എന്തിനാ? അല്ല, കള്ളന്മാരിന്റെ. ഇനി അതൊക്കെ എടുത്തോണ്ട് പോയിട്ട് എന്റെ തലയിലാവും. അത് കാരണം പറഞ്ഞ എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. അരിക്കകത്ത് ഞാൻ പൂട്ടി വെച്ചിട്ടുണ്ട്. അമ്പടി കേമി ഇങ്ങോട്ട് വരിക. എനിക്ക് അതിന്റെ കേടായിരുന്നു. വല്ല കാര്യമുണ്ട് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കേണ്ട. അതല്ലേ അവൻ ചാടിപ്പോയത്. എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ 2 വർഷം കൂടെ കഴിയുമ്പോൾ അന്നതായിട്ട് പെൻഷൻ പറ്റേണ്ട ആളാ ഞാൻ. എന്റെ മുമ്പേ ഇതുപോലെ അവൻ ചാടിപ്പോയത്. പോട്ട് ഞാൻ പേടിക്കും. ഞാൻ അവൻ ആര് കിടന്ന് വിളിക്കണ എന്തോ. സാറേ, ഹലോ, എന്തായോ സാറേ, ഒരു 24 മണിക്കൂറോടെ തന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ പിടിക്കാം സാറേ. എടോ, എത്രയും പെട്ടെന്ന് ആ പ്രതിയെ പിടിക്കണം. പിടിക്കാം സാറേ. ഞാനല്ലോടെ പറഞ്ഞത് വിഷുവായിട്ട് എന്തിനാണ് ഊഞ്ഞാല് കെട്ടാൻ പോയത് ജയിലിൽ? സാറേ, ഞാൻ അറിഞ്ഞില്ലല്ലോ അവന്മാർ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുമെന്ന്. ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂല. അതിനകത്ത് പിടിച്ചില്ലെങ്കിൽ ഇയാളെ ജീവിതം ഊഞ്ഞാലാ. സാറേ, ഒരു 24 മണിക്കൂറോടെ തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവനറിയാലോ, കൃഷ്ണവേഷവും കിട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അവനെ പൊക്കിയിട്ട് ഇനി സ്റ്റേഷനിൽ വന്നാൽ മതി. ശരി. ഏത് പാതാളത്തിൽ പോയി കുളിച്ചാ ഇവനെ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കണം? എന്റെ പൊന്നു ദൈവമേ. കേട്ടാ, ഒരു വിഷു ദിവസമായിട്ട് കണി പോലും കണ്ടില്ലായിരുന്നു. പണി പോയി നിൽക്കണം. അപ്പോഴവളെ കണി. വിഷുവായിട്ട് എനിക്കൊരു കൈനീട്ടം പോലും തന്നില്ല. കൈനീട്ടി ഒരെണ്ണം തന്നാ നീ അവിടെ എവിടെയും പോയി കിടക്കാം. നീ മാറി തിരിഞ്ഞപ്പോ കണ്ടോ, വിഷുവിന് എല്ലാരും പടക്കം പൊട്ടിച്ച് എനിക്കൊരു പടക്കം പോലും വാങ്ങിച്ചു തന്നില്ലായിരുന്നു. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പടക്കം എനിക്ക് പേടിയാണെന്ന്. എന്നെ കൊണ്ട് ഇവിടെ അപ്പുറം ഇപ്പുറം വീട്ടിലുള്ള എല്ലാ ആൾക്കാരും പടക്കം പൊട്ടിച്ച് എനിക്കും പൊട്ടിക്കണം. അപ്പുറം വീട്ടിലൊക്കെ പടക്കം പൊട്ടിച്ചോ? പൊട്ടിച്ചു. ആ സൗണ്ട് കേട്ടോ? നമ്മൾ വാങ്ങിച്ച് പൊട്ടിക്കുമ്പോഴും അതേ സൗണ്ടാണ് ട്ടോ, അല്ലാതെ ഇതല്ല വരുന്നത്. അതുകൊണ്ട് അപ്പുറം ഉള്ളവർ പൊട്ടിക്കുന്ന കേട്ട് ആസ്വദിച്ചാൽ മതി. അതാണ് നമുക്ക് റിസ്ക് ഇല്ലാത്തത് നല്ലത്. അല്ലല്ലോ, ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സമ്മതിച്ചു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം സമ്മതിച്ചു തന്നിട്ടുണ്ടോ? നിങ്ങളൊരു പോലീസാന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ നാണക്കേട്. അറിയാവോ? പിന്നെ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാവോ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോ നിങ്ങൾ എന്തുവാ കാണിച്ചേ? നിങ്ങൾ എന്റെ കൂടെ വന്നോ? വരാത്തതിന്റെ കാര്യം എന്താ? അവിടെ കഥന പൊട്ടു. ആ ശബ്ദം ഇങ്ങർക്ക് പേടിയാ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാനും അമ്മയും അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ പോയില്ലയോ? അന്ന് നിങ്ങൾ എങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ വടക്കേ നടയിൽ കൂടെ കയറിയപ്പോ നിങ്ങൾ തെക്കേ നടയിൽ കൂടെ കയറി. അതെന്താ? ആ തെക്കേ നടയിൽ ആനയെ കെട്ടിട്ടേക്കുന്നത് നിങ്ങൾക്ക് പേടി. ഇവിടെ ഒരു ഉത്സവം നടന്നു കഴിഞ്ഞാൽ കെട്ടുകാഴ്ച കാണാൻ ഇങ്ങനെ വരത്തില്ല. കാര്യം എന്താ? തെയ്യം വരും. കള്ളത്തരാണോ ഞാൻ പറയുന്നേ? അത് കാരണം കണ്ണൂർക്ക് വന്ന ട്രാൻസ്ഫർ പോലും ഇങ്ങനെ വേണ്ടാന്ന് വെച്ചു. ദേഷ്യമോ? ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ വീട്ടിലൊരു വിലയുണ്ടോ നിങ്ങൾക്ക്? വിലയുണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ എങ്ങനെ കാര്യങ്ങളൊന്ന് പറയാനാ? ഈ കാക്കിക്കുള്ളിൽ ഈ ശരീരം മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളു മൊത്തം പേടി. അതൊക്കെ അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് മൊത്തത്തിൽ പേടിയാണെന്ന്. എങ്ങനെ പേടിക്കായിരിക്കും? ഒരുത്തരാണെങ്കിൽ ജയിലിൽ ചാടി, എനിക്കാണെങ്കിൽ 2 വർഷം കഴിയുമ്പോ പെൻഷനും ആവണം. അവരെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പണി പോകും. ആകമത്തോ അയ്യോ, പോലും ഓർക്കാതെ എടുത്തു വെച്ച് മണം. നല്ല കാര്യമുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ടെൻഷൻ എന്റെ തലയിലെടുത്ത് വയ്ക്കരുത്. ദൈവത്തെ ഓർത്ത് എന്നെ കുറച്ചൊന്ന് വെറുതെ വിടും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. പക്ഷെ അത് കേൾക്കുമ്പോ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്നതിന് പൊട്ടിത്തെറിക്കരുത്. ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ വരുന്നുണ്ട്. പണിയും പോയിരിക്കണേന്റെ ഇടയിൽ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഈ വീട്ടിൽ വേറൊരു ചൈതന്യം, ഒരു നമ്മുടെ
പ്രശ്നങ്ങളല്ല ഇതുപോലെ ഇത് തീരും നമ്മുടെ പ്രശ്നങ്ങൾ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ചു നേരം എന്നെ ഒന്ന് വെറുതെ വിട്. എന്നാലും അപ്പൊ ഏത് പാതാളത്തിൽ പോയി വിളിച്ചെന്നാ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എനിക്ക് ഒരു പിടിയും കിട്ടില്ല. എന്റെ കൈ ചേച്ചി ഓ ഇച്ചിരി നാരങ്ങ വിഴിഞ്ഞ് കട്ടൻ ചായ എടുക്കാനുണ്ടാവോ? തരാലോ. ആണോ? പോവാ. ഒരു മിനിറ്റ്. എന്താ? ഞാനൊരു നിരീശ്വരവാദിയാണ്, നിനക്കറിയാലോ. അറിയാം. എന്നാൽ നമ്മൾ ഇന്ന് വൈകുന്നേരം ഗുരുവായൂർക്ക് പോകുന്നു. സത്യം. പോരാത്തതിന് എന്റെ ഈ പ്രായത്തിൽ ഞാൻ മഞ്ചാടി വാരും. ചെയ്യാൻ പറ്റാവുന്നുള്ള എല്ലാ നേരത്തെയും ചെയ്യും. ദൈവം ഉണ്ടടി, ദൈവമുണ്ട്. കണ്ടോ, വീട്ടിലൊരു ചൈതന്യം വന്ന് നിന്നപ്പോ എന്റെ ചേട്ടന്റെ മനസ്സ് മാറിയത് കണ്ടോ? മാറി. ഈ സന്തോഷത്തിന് ഞാൻ പോയി ഒരു ഗ്ലാസ് പായസം എടുത്തോണ്ട് ഒന്നാക്കണ്ട, 2 ഗ്ലാസ് എടുത്തോ. രണ്ടുപേർക്കും അല്ല, ഒന്നീ ചൈതന്യത്തിന്. എടുത്തോ. ചെല്ല്. പിന്നെ എന്നാ പറ. എന്നാണ്ട് ഇവിടെ ശമ്പളം സാറിന്? സർക്കാർ കുഴപ്പമില്ലാത്തൊരു ശമ്പളം തരുന്നുണ്ട് എനിക്ക്. പുതിയ വീടല്ലേ? പുതിയ വീട് ആണ്. അത് സൂപ്പർ വീടല്ലേ? അതെ. ഒരു ബോർഡൊക്കെ എഴുതി വെക്കായിരുന്നു. പണിയുടെ തിരക്കിനിടയിൽ എസ് ഐ രാജനെന്ന് എഴുതി വെക്കാൻ പറ്റിയില്ല. ഇനി തന്നെ ഒരു ബോർഡ് എഴുതി വെക്കണം. എന്തിന്? അല്ലെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇനിയും പറ്റും അബദ്ധം. ഒരു മിനിറ്റ് കാര്യം പറഞ്ഞോട്ടെ. നിന്നെ തല്ലിക്കൊല്ലണം. തല്ലി വല്ല വെളിവും വെള്ളിയാഴ്ച ഉണ്ടോ നിനക്ക്? അവൻ ഭയങ്കര ജാടയിട്ട് ജയിലിൽ ചാടി വന്ന് കേറിയത് SIയുടെ വീട്ടില്. എടാ തലയ്ക്ക് വെളിവില്ലാത്തവനെ, നീ ഇതല്ല ഇതിനപ്പുറം നീ അനുഭവിക്കും. ആരോടാ? എന്നോടാ. സ്വന്തമായിട്ട് പറഞ്ഞതാ. പറഞ്ഞതാ. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ. ആണോ? സത്യം എന്താണെന്നറിയാമോ? നീ അവിടുന്ന് ചാടാനും എന്റെ വീട്ടിൽ തന്നെ വന്ന് കേറാനും അത് ഞാൻ കാണാനും അതെ. നിന്നെ ഞാൻ ഇപ്പൊ പിടിച്ചോണ്ട് പോകാനും സത്യം പറയാൻ പോലീസ് കള്ളൻ ആ ഒരു ബന്ധം പിടി. ഇല്ല. ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരട്ടെ. സോറി സാർ, ഞാൻ ഒരു ബലഹീനാണ്. എടാ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ എന്റെ പോലീസുകാരനെ എന്റെ വീട്ടിൽ വന്ന് കയറോടാ നീ. എന്താ സാറേ, ഏത് പോലീസുകാരനും ഒരാപത്തൊക്കെ പറ്റും. അതിന് നീ കള്ളനല്ലേ സാറേ? ആ. കാര്യം മനസ്സിലാക്കണം. പറ. ഇവിടെ ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കള്ളന്മാരാക്കുന്നത്. ഈ സമൂഹം എങ്ങനെയാണ് നിന്നെ കള്ളനാക്കിയത്? എനിക്കൊരു അപേക്ഷയുണ്ട് സാർ. എന്താ? ഞാൻ കള്ളനാണെന്നുള്ള കാര്യം ഇവിടുത്തെ പാവം ചേച്ചി അറിയരുത്. അതിന്റെ പളുങ്ക് പോലുള്ള മനസ്സ് ഉടഞ്ഞു പോകും സാർ. ചേച്ചി വിചാരിച്ചേക്കണത് ഞാനാ കൃഷ്ണനെന്നാ. എടാ പ്ലാസ്റ്റോ പാരിസ് കുളച്ച് ചുമരിലെറിഞ്ഞ അത് വലിച്ചു വരുമ്പോ അതിലൊരു രൂപ ഉണ്ടെങ്കിൽ ഇതിനെ കാട്ടി വൃത്തിയുണ്ടാ. നീ ഇതാണ് അതിന്റെ അടുത്തൊന്നും മാറിയില്ല, രണ്ടും കൂടെ മാറിപ്പോകും അങ്ങോട്ടും ചേട്ടാ. പിന്നെ നീ എന്തായാലും നിന്നെ ഞാൻ പിടിച്ചു. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം. വേറൊന്നുമല്ല, അവിടെ ചെല്ലുമ്പോ അവര് ചോദിക്കും എങ്ങനെയാ പിടിച്ചതെന്ന്. എന്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചെന്ന് പറയണ്ട. പറയാതിരുന്നാൽ എനിക്ക് എന്താണ് ഗുണം? ജീവപര്യന്തത്തെ ഞാൻ നിനക്ക് തൂക്കുകയറുവാൻ ചെയ്യും. അല്ലാതെ എന്നെ കൊണ്ട് വേറെ ഒന്നും പറ്റൂല. പെട്ടെന്ന് കൊണ്ടുപോവാ. പായസം റെഡി. പായസം. അയ്യോ ചൈതന്യത്തിന് കൊടു. ചേട്ടാ പായസത്തിൽ മാത്രം ഒതുക്കരുത്, അദ്ദേഹത്തിന് കൈ നിറച്ച് കൈനീട്ടം കൊടുത്തേ ഇവിടുന്ന് വിടാവും. സത്യം പറയാലോ, എനിക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് മൊത്തവും കാത്തിരിക്കുമ്പോ ഞാനത് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ശരിയല്ല. കൈനീട്ടൊക്കെ എന്തായാലും കാര്യമായിട്ട് ഞാൻ കൊടുക്കും. ചേട്ടനൊരു കാര്യം അറിയോ? ചില്ലറക്കാരനല്ലേ വന്നേ? അല്ല, പറഞ്ഞു വിടാങ്ങട്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വിഷു സമയത്ത് ഇങ്ങനെ ഓരോ വീടുകളിൽ കയറി ചൈതന്യം കൊടുക്കും. എന്നിട്ട് അവിടുന്നാണ് നേരെ ഗുരുവായൂർ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞു. സത്യം. പണ്ട് ഇത് രാത്രിയാ ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ അത് പകലാക്കിയത്. നമ്മള് സർവ്വവ്യാപിയല്ലേ? ഇല്ല, ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അല്ല, ഞങ്ങൾ ഇറങ്ങുന്നത് ജയിലൊന്ന് കൊണ്ടെത്തിക്കണം. മോളെ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത് എവിടാ? കാരാഗ്രഹത്തിൽ. അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടാലല്ലേ ഇതിനൊരു പൂർണ്ണത വരൂ അല്ലേ? അപ്പം ചേട്ടൻ കൊണ്ടുപോയി അതൊന്ന് കാണിച്ചിട്ട് വരട്ടെ. സത്യം ചേച്ചി, വിഷു ഒക്കെ അല്ലേ? വിഷുവായിട്ട് സ്വന്തം തറവാട്ടി പോട്ടെ മക്കളായി കഴിഞ്ഞാൽ അത് അപ്പോ ഇനി യാത്രയില്ല. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ വിഷു ആശംസകൾ. മതി, ആശംസ ഉണ്ടാക്കി.